ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എന്തു പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുമായിട്ടാണ് കേട്ടോ ടീച്ചർ വന്നേക്കുന്നത്. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചാണ് ഓൾറെഡി പഠിച്ചത്. ഓക്കെ, കുറച്ച് ബേസിക് ക്ലാസ് നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ നൗണാണ് വിശദമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താ പഠിക്കുന്നത്? നൗണാണ് പഠിക്കാൻ പോകുന്നത്. ഏതാണ്? നൗണാണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് എ നൗൺ? വാട്ട് ഈസ് എ നൗൺ? നൗൺ എന്താണെന്നും ടൈപ്സ് ഓഫ് നൗണുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. വാട്ട് ഈസ് എ നൗൺ ആൻഡ് ടൈപ്സ് ഓഫ് നൗൺ നോക്കാം. വാട്ട് ഈസ് എ നൗൺ? എന്താണ് നൗൺ എന്ന് പറയുന്നത്? എന്താണ് നൗൺ എന്ന് പറയുന്നത്? നൗൺ അഥവാ നമ്മൾ എന്തെന്ന് പറയും? മലയാളത്തിൽ നിങ്ങൾക്കറിയാം, മലയാളത്തിൽ നമ്മൾ നാമം എന്നാണ് പറയുക. നാമം. മലയാളം ഗ്രാമർ പഠിക്കുന്ന കുട്ടികൾക്ക് അതറിയാം അല്ലേ, എന്താണ് നാമം എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് പറയും? നൗൺ എന്ന് പറയുന്നു. അപ്പോൾ നൗൺ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ഈസ് യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് എ പേഴ്സൺ. നെയിം ഓഫ് എ പേഴ്സൺ, തിങ്സ്, പ്ലേസ്, ഐഡിയ ആൻഡ് എ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ, സ്ഥലമാകാം, ഒരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിലോ ഒരു വസ്തുവിൻ്റെ പേരാകാം, അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ആകാം. ക്വാളിറ്റി മീൻസ് ഗുണമാകാം. ഓക്കെ, ഇവയുടെയൊക്കെ പേരായ ശബ്ദമാണ്. ഇവയുടെയൊക്കെ പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നൗൺ അഥവാ നാമം എന്ന് പറയുന്നത്. അപ്പോൾ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ഗുണത്തിൻ്റെയോ ഒക്കെ പേരായ ശബ്ദമാണ് നാമം. എ നൗൺ ഈസ് യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, തിങ്സ്, പ്ലേസ്, ഐഡിയ ആൻഡ് എ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ. ഇനി നൗൺ തന്നെ ബേസിക്കലി രണ്ട് വിധത്തിലുണ്ട് കേട്ടോ. എൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൗൺ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഏതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് നൗൺ ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അബ്സ്ട്രാക്റ്റ് നൗൺ. കോൺക്രീറ്റ് നൗണും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് നൗണുമാണ്. ഇതൊക്കെയാണ് കോൺക്രീറ്റ് നൗൺ ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. എന്താണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്? എന്താണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്? സംതിങ് യു ക്യാൻ പെർസീവ് വിത്ത് യുവർ 5 സെൻസസ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളില്ലേ, ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാനല്ല, നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെ നമുക്ക് എന്തെന്ന് പറയാം? അതിൻ്റെ പേരായ ശബ്ദം എന്ന് പറയുന്നത് കോൺക്രീറ്റ് നൗൺ എന്ന് പറയാം. ഓക്കെ, നമുക്ക് കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കുന്ന നാമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോൺക്രീറ്റ് നൗൺ എന്ന് പറയുക. നമുക്ക് കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കുന്ന നൗണാണ് എന്ത് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് കാണാനല്ലേ, നമുക്ക് സ്പർശിക്കാനും പറ്റും. ലയൺ എന്ന് പറയുന്ന ഒരു ആനിമലാണ്, നമുക്ക് കാണാനും സ്പർശിക്കുവാനും ഒക്കെ പറ്റും. ഫ്ലവർ അതുപോലെ തന്നെ. ടേബിൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഓഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കിക്കേ, അത് ഒബ്ജക്ട്സ് ആകാം, ഏതെങ്കിലും ഒബ്ജക്റ്റുകളാകാം. സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ബുക്ക് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പുറത്തൊരു ആപ്പിൾ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്? കോൺക്രീറ്റ് നൗൺ ആണ് അല്ലേ, നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ സാധിക്കും ആ വസ്തുവിനെ. രണ്ടാമത്തെ നോക്കിയേ, പീപ്പിൾ വ്യക്തികൾ നമുക്ക് കാണാൻ കഴിയത്തില്ലേ, സ്പർശിക്കാനൊക്കെ കഴിയത്തില്ലേ. സോ അതുകൊണ്ട് എന്ത് തന്നെയാണ്? വ്യക്തികളുടെ പേരായ ശബ്ദം എന്ന് പറയുന്നതും കോൺക്രീറ്റ് നൗൺ തന്നെയാണ് കേട്ടോ. ഇനി ആനിമൽസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, നമുക്ക് സ്പർശിക്കാനും സാധിക്കും. നെക്സ്റ്റ് പ്ലേസസ്, സ്ഥലങ്ങൾ. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബീച്ചാണ്. ബീച്ച് നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയത്തില്ലേ, അതുകൊണ്ട് അതെന്ത് തന്നെയാണ്? അത് കോൺക്രീറ്റ് നൗൺ തന്നെയാണ് കേട്ടോ.
വേറെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൗണുകളുടെ പേരില്ലേ, അത് ടൗൺ. അതുപോലെ തന്നെ കാറ്റിൽ, കന്നുകാലികൾ, കാറ്റിൽ. ഗോൾഡ്, ഒരു വ്യക്തിയുടെ പേര് എഴുതാം, വിഷ്ണു. ഇതൊക്കെ എന്താണ്? കോൺക്രീറ്റ് നൗണിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത് എന്താ? നമുക്ക് കാണുവാനോ സ്പർശിക്കുവാനോ കഴിയുന്ന നാമങ്ങളെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. സംതിങ് യു ക്യാൻ പെർസീവ് വിത്ത് യുവർ 5 സെൻസസ്. അതാണ് ഇമ്പോർട്ടൻ്റ്. ഫൈവ് സെൻസസ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. അപ്പോൾ നൗൺ രണ്ട് വിധമാണ് നമ്മൾ പഠിച്ചു. ഒന്ന് കോൺക്രീറ്റ് നൗണും സെക്കൻഡ് വൺ അബ്സ്ട്രാക്റ്റ് നൗൺ. ഇനി സെക്കൻഡ് വൺ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ? എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്? എന്താണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്? സംതിങ് ദാറ്റ് യു കാൺട്ട് പെർസീവ്. നമുക്ക് കാണാൻ, അതായത് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയാത്തത്. എന്തുകൊണ്ട്? നമ്മുടെ 5 സെൻസസ് കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കാത്ത നാമങ്ങളുണ്ടല്ലോ, അവയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? അബ്സ്ട്രാക്റ്റ് നൗൺ. സംതിങ് ദാറ്റ് യു കാൺട്ട് പെർസീവ് വിത്ത് യുവർ 5 സെൻസസ്. കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കാത്ത ഒരു ഗുണത്തിൻ്റെയോ പ്രവൃത്തിയുടെയോ അവസ്ഥയുടെയോ പേരുകളാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. എന്താണ്? കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കാത്ത ഒരു ഗുണത്തിൻ്റെയോ പ്രവൃത്തിയുടെയോ അവസ്ഥയുടെയോ പേരുകളാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എക്സാമ്പിൾസ് നോക്കിക്കേ. ഇവിടെ ബിലീഫ്, വിശ്വാസം. അത് നമുക്ക് കാണാൻ സാധിക്കത്തില്ലല്ലോ. നമ്മുടെ 5 സെൻസസ് കൊണ്ട് കാണാനായിട്ട് നമുക്ക് കഴിയുമോ? ഇല്ല. സോ ബിലീഫ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ലവ്, സ്നേഹം, അത് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. പ്രൈഡ് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ഓണസ്റ്റിയും എന്താണ്? സത്യസന്ധത, അതും എന്ത് തന്നെയാണ്? ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. മദർഹുഡ്, മാതൃത്വം എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല, അനുഭവിക്കാനേ കഴിയുകയുള്ളൂ അല്ലേ? സോ മദർഹുഡ് നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാനായിട്ട് കഴിയുകയില്ല. സോ ദാറ്റ് ഈസ് മദർഹുഡ്. നെക്സ്റ്റ് മ്യൂസിക് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? അബ്സ്ട്രാക്റ്റ് നൗൺ തന്നെയാണ്. നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ കാണാനോ സ്പർശിക്കാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല അല്ലേ? സോ കാണുവാനോ സ്പർശിക്കുവാനോ സാധിക്കാത്ത ഒരു ഗുണത്തിൻ്റെയോ പ്രവൃത്തിയുടെയോ അവസ്ഥയുടെയോ പേരുകളാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഇതിന് മലയാളത്തിൽ നമ്മൾ എന്തെന്ന് പറയുമെന്ന് അറിയാവോ നിങ്ങൾക്ക്? മലയാളം ഗ്രാമർ പഠിക്കുന്നവർക്ക് അറിയാം. നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്, ഗുണനാമം എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് നൗണ് മലയാളത്തിൽ എന്തെന്ന് പറയുക? ഗുണനാമം. അപ്പോൾ ആ ഒരു പേര് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സെറ്റ് ഓഫ് നൗൺസ് തന്നിരുന്നാൽ അതിലേതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺക്രീറ്റ് നൗണിൻ്റെ വിവിധ തരമാണ് കേട്ടോ. കോൺക്രീറ്റ് നൗൺ നമ്മൾ പഠിച്ചില്ലേ? നൗൺ രണ്ട് വിധമുണ്ട്, കോൺക്രീറ്റ് നൗണും അബ്സ്ട്രാക്റ്റ് നൗണും. ഇതിൽ കോൺക്രീറ്റ് നൗൺ തന്നെ, ഈ ഒരു കോൺക്രീറ്റ് നൗൺ തന്നെ 4 വിധത്തിലുണ്ട്. അത് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ. ഏതൊക്കെയാണ്? പ്രോപ്പർ നൗൺ. ഇതിൻ്റെ മലയാള വേർഡ് വെറുതെ ഒന്ന് പഠിച്ചു വെച്ചേക്കേ. മലയാള വേർഡ് എന്ന് പറയുന്നത് ടീച്ചർ വെറുതെ പറയുക, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. സംജ്ഞാനാമം എന്നാണ് പറയുക. സംജ്ഞാനാമമാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺ നൗൺ എന്താണ്? കോമൺ നൗൺ എന്ന് പറയുന്നത് സാമാന്യനാമം. നിങ്ങൾ കേട്ടിട്ടില്ലേ? സാമാന്യനാമമാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. കളക്റ്റീവ് നൗൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ അതിന് സമൂഹനാമം എന്നാണ് പറയുക. എന്താണ്? സമൂഹനാമം. ഇനി മെറ്റീരിയൽ നൗൺ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ദ്രവ്യനാമം. എന്താണ്? ദ്രവ്യനാമമാണ് എന്ത്? മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? സംജ്ഞാനാമം, സാമാന്യനാമം, സമൂഹനാമം, ദ്രവ്യനാമം. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ,
കളക്റ്റീവ് നൗൺ ആൻഡ് മെറ്റീരിയൽ നൗൺ. ഓക്കെ, ഇനി ഓരോന്നായിട്ട് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ. ഫസ്റ്റ് വൺ എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രോപ്പർ നൗൺ അഥവാ സാമാന്യനാമം. എന്താണ്? സാമാന്യനാമം. 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 Nouns that are used to name a person, place or thing specifically are called proper noun. Okay, are called proper noun. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ എന്ത് പേരായ ശബ്ദം അല്ലെങ്കിൽ പേരായ നാമമാണ് എന്ത്? സാമാന്യനാമം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ നാമത്തെ നമുക്ക് എന്തെന്ന് പറയാം? പ്രോപ്പർ നൗൺ എന്ന് പറയാം. നൗൺസ് ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് സ്പെസിഫിക്കലി ആർ കാൾഡ് പ്രോപ്പർ നൗൺ. നോർമലി ഒരു പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടായിരിക്കും കേട്ടോ. അത് സ്റ്റാർട്ടിങ് ലെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ആയിരിക്കും. എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. നോക്കിക്കേ, എക്സാമ്പിൾ നോക്കാം. ഇവിടെ എഴുതാം കേട്ടോ. റാം ഈസ് മൈ ഫ്രണ്ട്. റാം ഈസ് മൈ ഫ്രണ്ട്. ഇവിടെ റാം എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ പേരല്ലേ. സോ അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഡേവിഡ് came back from ലണ്ടൻ. ഡേവിഡും എന്ത് തന്നെയാണ്? പ്രോപ്പർ നൗൺ തന്നെയാണ്. ലണ്ടനും എന്ത് തന്നെയാണ്? പ്രോപ്പർ നൗൺ ആണ്. നമ്മൾ പഠിച്ചു എന്താണ്? ഒരു വ്യക്തിയുടെ പേരാകാം അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാകാം. അപ്പം ലണ്ടൻ എന്ന് പറയുന്ന ഒരു പ്ലേസിൻ്റെ പേരാണ് അല്ലേ, ഒരു കൺട്രിയാണ്. സോ കൺട്രി അല്ലല്ലോ ലണ്ടൻ. ഓക്കെ, അപ്പോൾ ലണ്ടൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്താണത്? പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. പ്രോപ്പർ നൗൺ ആണ്. അടുത്തൊരു എക്സാമ്പിൾ ടീച്ചർ ഇവിടെ എഴുതാം. ദിസ് ഈസ് മൈ ഡോഗ് ബ്രൂണോ. ഓക്കെ, ഇവിടെ ബ്രൂണോ എന്ന് പറയുന്നത് എന്താണ്? ഡോഗിൻ്റെ പേരായ ശബ്ദമാണ്. സോ അതുകൊണ്ട് എന്ത് തന്നെയാണ്? അത് പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. സാമാന്യ നാമം ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഈ പ്രോപ്പർ നൗണിലെല്ലാം ലെറ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് ലെറ്റർ എന്ന് പറയുന്നത് കണ്ടോ? ഇവിടെ റാം, ഡേവിഡ്, ലണ്ടൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ്, അതുപോലെ ബ്രൂണോ, ഇതെല്ലാം എന്ത് തന്നെയാണ്? സ്റ്റാർട്ടിങ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. പ്രോപ്പർ നൗൺ ആണ്. നെക്സ്റ്റ് വൺ അടുത്ത കോൺക്രീറ്റ് നൗണിൻ്റെ പേരാണ് കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ എന്തെന്നാ ടീച്ചർ പറഞ്ഞേ? കോമൺ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാമാന്യ നാമം. എന്താണ്? സാമാന്യ നാമം. അപ്പോൾ കോമൺ നൗൺസ് ആർ ദോസ് nouns that refer to a generic item, group or place. അതായത് ഒരേ വർഗത്തിൽ പെടുന്നവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് കോമൺ നൗൺ. ഒരേ വർഗത്തിൽ പെടുന്നവയ്ക്ക് നമ്മൾ എങ്ങനെ പറയും? പൊതുവായിട്ട് പറയുന്ന പേരാണ് എന്ത്? കോമൺ നൗൺ അഥവാ സാമാന്യ നാമം എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ മദർ എന്ന് പറയുന്നത് അമ്മ. ഓക്കെ, അമ്മ. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, ഈ അമ്മയുടെ പേര് പറയുന്നില്ല. ഈ അമ്മമാരുടെ എല്ലാ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാ അമ്മമാരും ഉൾപ്പെടും അല്ലേ. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഗേൾ, പെൺകുട്ടികൾ ഉൾപ്പെടുന്ന നാമം. അതായത് അതാണ് ഗേൾ എന്ന് പറയുന്നത്. അതല്ലാതെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. രമ അല്ലെങ്കിൽ റാണി അല്ലെങ്കിൽ ഗീതു അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. പൊതുവെ നമ്മൾ എന്തെന്ന് പറയുന്നു? പെൺകുട്ടികളെ ഗേൾ എന്ന് പറയുന്നു, പെൺകുട്ടി എന്ന് പറയുന്നു. ഏത് പെൺകുട്ടി എന്ന് പറയുന്നില്ല, പകരം ആ പെൺകുട്ടി എന്ന് മാത്രം പറയുകയാണ് അല്ലെ, പൊതുവായിട്ട് പറയുകയാണ്. ഒരേ വർഗത്തിൽ പെടുന്നവയ്ക്ക് പൊതുവായിട്ട് പറയുന്ന
പറയുന്നത് കൊണ്ട് തന്നെ ഗേൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമൺ നൗൺ ആണ്. അടുത്തൊരു എക്സാമ്പിൾ പറയാവേ. അടുത്തൊരു എക്സാമ്പിൾ പറയാം. I bought a pen. I bought a pen yesterday. I bought a pen yesterday. ഞാൻ ഇന്നലെ ഒരു പേന മേടിച്ചു. I bought a pen yesterday. ഇവിടെ നോക്കിക്കേ, പെൻ എന്ന് പറയുന്നത് പേന എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ഏത് പേന ആണെന്ന് സ്പെസിഫൈ ചെയ്ത് അവിടെ പറയുന്നില്ല, പൊതുവായി പറയുകയാണ് പെൻ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. യെസ്റ്റർഡേ. ഓക്കെ, യെസ്റ്റർഡേ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഐ ബോട്ട് എ പെൻ യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ പെൻ എന്ന് പറയുന്നത് എന്താണ്, കോമൺ നൗൺ ആണ്. സ്പെസിഫൈ ചെയ്ത് ഏത് പെന്നാന്ന് ഇവിടെ പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, കോമൺ നൗൺ ആണ് കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഇവിടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. എന്തുകൊണ്ടാണ്? ഏത് സ്കൂളാണെന്ന് പറയുന്നില്ലല്ലോ, ആ സ്കൂളിൻ്റെ പേര് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല, പകരം സ്കൂൾ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, ഇതൊരു ജനറിക് ആയിട്ടുള്ള നെയിമാണ്, പൊതുവായി നമ്മൾ പറയുന്ന പേരായതുകൊണ്ട് തന്നെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറയട്ടെ. The boy said that the nearest town is very far. നിങ്ങൾ എന്നെ പറഞ്ഞേ, ഇതിലെവിടെയാ ഈ ഒരു സെൻറ്റൻസിൽ ഏതൊക്കെയാണ് കോമൺ നൗൺ എന്ന് പറഞ്ഞേ. ദ ബോയ് സെഡ് ദാറ്റ് ദ നിയറസ്റ്റ് ടൗൺ ഈസ് വെരി ഫാർ. അപ്പോൾ ഇതിൽ ഈ ഒരു സെൻറ്റൻസിൽ ഏതൊക്കെ വരും, ഏതൊക്കെ എന്താണ് നൗൺ വരും കോമൺ നൗൺ ആയിട്ട്? പറഞ്ഞേ. വെരി ഗുഡ്. ഒന്ന് ബോയ് ആണല്ലേ, ബോയ്, ആൺകുട്ടി. ദെൻ ഏത് ബോയ് ആണെന്ന് അവിടെ പറയുന്നില്ല. സോ ബോയ് കോമൺ ആയിട്ട് പറയുകയാണ്, ബോയ് എന്ന് പറയും. ബോയ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ആൺകുട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവൻ്റെ പേരൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അത് കോമൺ നൗൺ ആണ്. സെഡ് ദാറ്റ് ദ നിയറസ്റ്റ് ടൗൺ ഈസ് വെരി ഫാർ. ഇവിടെ നോക്കിക്കേ, അടുത്തും ഒരു കോമൺ നൗൺ ഇവിടെ കിടപ്പുണ്ട്. ടൗൺ ഒരു പ്ലേസ് ആണല്ലേ. ടൗൺ മീൻസ് പട്ടണം. ഏത് പട്ടണമാണെന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല, എടുത്തു പറയുന്നില്ല. ഓക്കെ, പകരം ടൗൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ അതൊരു കോമൺ നൗൺ ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ, കോമൺ നൗൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കോമൺ നൗൺ എന്ന് പറയുന്നത് എന്താ? ആർ ദോസ് നൗൺസ് ദാറ്റ് റെഫർ ടു എ ജനറിക് ഐറ്റം, ഗ്രൂപ്പ് ഓർ പ്ലേസ്. ഒരേ വർഗത്തിൽ പെടുന്നവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമൺ നൗൺ, പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു നൗൺ ആണ്. എന്ത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. കളക്റ്റീവ് നൗൺ PSC എക്സാംസിനും SSC എക്സാംസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നൗൺ ആണ് കേട്ടോ, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് വെച്ചാൽ സമൂഹനാമം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്താണ്? സമൂഹനാമം. അപ്പോൾ എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടത്തെ ഒറ്റയായി പറയുന്നതിനായി ഉപയോഗിക്കുന്ന നാമമാണ് സമൂഹനാമം അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് കേട്ടോ. സമൂഹനാമം. Okay, collective noun is a naming word that is used to denote a group of objects. എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഒരു കൂട്ടത്തെ, അത് ഒരു കൂട്ടം വ്യക്തികളാകാം, ഒരു കൂട്ടം ആനിമൽസ് ആകാം, ഒരു കൂട്ടം ഇൻസെക്ട്സ് ആകാം, ഒരു കൂട്ടം ഒബ്ജക്ട്സ് ആകാം. അവയെ ഒറ്റയായിട്ട് നമ്മൾ എങ്ങനെ പറയും? ഒറ്റയായി
പറയുന്നതിനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കളക്റ്റീവ് നൗൺ ഉപയോഗിക്കുക കേട്ടോ, സമൂഹനാമം ഉപയോഗിക്കുക. സേ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, എ സ്വാം ഓഫ് ബീസ്, ബീസ് സ്വാം ഓഫ് ബീസ്. ഇപ്പോൾ ബീസിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എങ്ങനെ പറയും, എ സ്വാം ഓഫ് ബീസ്. ഇവിടെ സ്വാം എന്ന് പറയുന്നത് എന്താണ് ഒരു കളക്റ്റീവ് നൗൺ ആണ് കേട്ടോ. ബീസിൻ്റെ കൂട്ടമാണ് എ സ്വാം എന്ന് പറയുന്നത്, സ്വാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷീപ്പ്, ചെമ്മരിയാടില്ലേ, അതിൻ്റെ കൂട്ടത്തെ നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുക. ആ ഒരു കൂട്ടം ചെമ്മരിയാടുകൾ അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നു പറയും, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഇവിടെ ഫ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് നൗൺ ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, എ ക്രൂ ഓഫ് സെയിലേഴ്സ്, എ ക്രൂ ഓഫ് സെയിലേഴ്സ്, എ ക്രൂ ഓഫ് സെയിലേഴ്സ്. ഇവിടെ ക്രൂ എന്ന് പറയുന്നത് എന്താണ്, സെയിലേഴ്സിൻ്റെ കളക്റ്റീവ് നൗൺ ആണ്. അതുപോലെ ഷൂസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും എ പെയർ ഓഫ് ഷൂസ്, എങ്ങനെ പറയും, എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് ഷൂസ്. ഓക്കെ, ഇവിടെ പെയർ എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് നൗൺ ആണ്. അതുപോലെ എ ചെയിൻ ഓഫ് മൗണ്ടെയ്ൻസ്, എ ചെയിൻ ഓഫ് മൗണ്ടെയ്ൻസ്, എ ചെയിൻ ഓഫ് മൗണ്ടെയ്ൻസ്. ചെയിൻ ഓഫ് മൗണ്ടെയ്ൻസ്. അപ്പോൾ ഇവിടെ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് നൗൺ ആണ്. മൗണ്ടെയ്ൻസിൻ്റെ ചെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് നൗൺ ആണ്. പെയർ ഓഫ് ഷൂസ്, പെയർ കളക്റ്റീവ് നൗൺ ആണ്. ക്രൂ കളക്റ്റീവ് നൗൺ ആണ്. സ്വാം കളക്റ്റീവ് നൗൺ ആണ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അവിടെ ഫ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് നൗൺ ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് കോൺക്രീറ്റ് നൗൺ ആണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. മെറ്റീരിയൽ നൗൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്തെന്ന് പറയും, മലയാളത്തിൽ ദ്രവ്യനാമം. ഇത് നമ്മൾ മലയാളം ഗ്രാമറിൽ പഠിക്കുന്നതാണ്, ദ്രവ്യനാമം. A material noun is that what refers to a material from which things are made of. എന്ന് വെച്ചാൽ എന്താ, ഏത് പദാർത്ഥത്തിൽ നിന്നാണോ മറ്റൊരു പദാർത്ഥം നിർമ്മിക്കുന്നത്, ആ പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മെറ്റീരിയൽ നൗൺ എന്ന് പറയുക. ഏത് പദാർത്ഥത്തിൽ നിന്നാണോ മറ്റൊരു പദാർത്ഥം നിർമ്മിക്കുന്നത്, ആ പദാർത്ഥം, അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ. നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ, സം കോയിൻസ് ആർ മെയ്ഡ് ഓഫ് സിൽവർ. സിൽവർ ഇവിടെ ഏതാണ് മെറ്റീരിയൽ നൗൺ? ചില കോയിൻസ് സിൽവർ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, സം കോയിൻസ് ആർ മെയ്ഡ് ഓഫ് സിൽവർ. അപ്പോൾ കോയിനാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് നിർമ്മിച്ചു കോയിൻ? ഈ കോയിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? സിൽവർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിൽവർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് കേട്ടോ. മെറ്റീരിയൽ നൗൺ. ക്ലിയർ? മെറ്റീരിയൽ നൗൺ. അടുത്തൊരു എക്സാമ്പിൾ, she wore a gold chain. അവളൊരു ഗോൾഡ് ചെയിൻ അണിഞ്ഞിരുന്നു. ഗോൾഡ് ചെയിൻ. ഓക്കെ, നമുക്കറിയാം വേർ എൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോർ എന്ന് പറയുന്നത് കേട്ടോ. വോർ. ക്ലിയർ? ധരിക്കുക, നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അതിന് വെയർ എന്നാണ് പറയുക. നമ്മൾ ധരിക്കുക, വസ്ത്രം ധരിക്കുക, ആഭരണം ധരിക്കുക എന്ന് പറയുന്ന ആ ഒരു വെർബ് ഉണ്ടല്ലോ, അതാണ് വെയർ എന്ന് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷീ വോർ എ ഗോൾഡ് ചെയിൻ. അപ്പോൾ ചെയിൻ മീൻസ് മാല. എന്തുകൊണ്ടുള്ള മാലയാ? ഗോൾഡ് ചെയിൻ ആണ്. സോ അതുകൊണ്ട് ഈ ചെയിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്? ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഗോൾഡ് ആണ് എന്ത്? മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തൊരു എക്സാമ്പിൾ ടീച്ചർ ഇവിടെ എഴുതരാം. ദ വിൻഡോ ഈസ് മെയ്ഡ് ഓഫ്
വിൻഡോ ഈസ് മെയ്ഡ് ഓഫ് അയൺ. വിൻഡോ നിർമ്മിച്ചിരിക്കുന്നത് അയൺ കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. സോ നിർമ്മിച്ചത്. സോ എന്താണ് ഇവിടെ അയൺ എന്ന് പറയുന്നത് എന്താ? വിൻഡോ നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? അയൺ കൊണ്ടാണ്. സോ ഹിയർ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ വെരി ഗുഡ്. മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് എന്താണ്? അയൺ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഏത് പദാർത്ഥത്തിൽ നിന്നാണോ മറ്റൊരു പദാർത്ഥം നിർമ്മിക്കുന്നത് അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. മെറ്റീരിയൽ നൗൺ ഈസ് ദാറ്റ് വാട്ട് റെഫേഴ്സ് ടു എ മെറ്റീരിയൽ ഫ്രം വിച്ച് തിങ്സ് ആർ മെയ്ഡ് ഓഫ്. എക്സാമ്പിൾസ് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നൗൺ നമ്മൾ പഠിക്കാൻ പോവാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. അത് ആ ഒരു പേരിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ? കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ക്യാൻ ബി കൗണ്ടഡ്. അതായത് ഏത് നാമങ്ങളെയാണോ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് എണ്ണാൻ കഴിയുക അവയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് കേട്ടോ. കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? കനോട്ട് ബി കൗണ്ടഡ് ആസ് സെപ്പറേറ്റ് യൂണിറ്റ്സ്. ഒരു സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള നൗൺസ് നമുക്ക് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. പക്ഷേ നമുക്കിത് മാത്രം പഠിച്ചാൽ പോരാ, എക്സാമ്പിൾസ് കൂടെ പോരട്ടെ. എക്സാമ്പിൾസ് കൂടെ വന്നാൽ നിങ്ങൾക്കത് ക്ലിയർ ആവുകയുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ കൗണ്ടബിൾ നൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? കോമൺ നൗണും അതുപോലെ തന്നെ കളക്റ്റീവ് നൗണും പഠിച്ചു അല്ലേ? കോമൺ നൗണും കളക്റ്റീവ് നൗണും പഠിച്ചു. ഇത് രണ്ടും എന്താണെന്ന് അറിയാവോ? ഇത് രണ്ടും കൗണ്ടബിൾ നൗണാണ് കേട്ടോ. ഇത് രണ്ടും കൗണ്ടബിൾ നൗണാണ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് കഴിയും. ഓക്കെ. സേ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ എക്സാമ്പിൾ ടീച്ചറോട് എഴുതരാം. നോക്കിക്കേ, ഗേൾ. ഓക്കെ. അതുപോലെ ഗേൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ? എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ മാൻ, എത്ര ആൾക്കാരുണ്ടെന്ന് എണ്ണാം. അതുപോലെ തന്നെ ഒരു ടേബിൾ നമുക്ക് എണ്ണാനായിട്ട് പറ്റും. പെൻ. ഓക്കെ. കളക്റ്റീവ് നൗൺ ആയിട്ടുള്ള പ്രൈഡ്, ഫ്ലോക്ക്, ഇതെല്ലാം എന്താണ് കൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് 2-3 എക്സാമ്പിൾസ് തന്നിട്ട്, ഓപ്ഷണൽ എക്സാമ്പിൾസ് തന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ ഓർത്ത് വെക്കുക. കോമൺ നൗണും കളക്റ്റീവ് നൗണും എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ സെൻറ്റൻസിൽ പറഞ്ഞു തരാം. My brother serves in the Navy. As an officer. എൻ്റെ ബ്രദർ നേവിയിൽ ഒരു ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇവിടെ ബ്രദർ ഉണ്ടല്ലോ. ബ്രദർ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റില്ലേ? പറ്റും. അതുകൊണ്ട് ബ്രദർ എന്ന് പറയുന്നത് എന്താ? കൗണ്ടബിൾ നൗൺ അല്ലേ? അതെ, കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, ക്ലിയർ? അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. വി ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. വി ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. അതായത് സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? സ്കൂൾ നമ്മൾ പഠിച്ച കോമൺ നൗൺ ആണ്. കോമൺ നൗൺ ആയതുകൊണ്ട് തന്നെ അതെന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, കൗണ്ടബിൾ നൗൺ ആണ്. എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, ഇതെന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. ക്ലിയർ? അപ്പോൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കോമൺ നൗണും കളക്റ്റീവ് നൗണും കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എന്താ? അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ അൺകൗണ്ടബിൾ നൗൺ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കൗണ്ട് ചെയ്ത് നമുക്ക് തിട്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അതാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാനായിട്ട് കഴിയില്ല.
എണ്ണാൻ കഴിയാത്തവയാണ്. ഓക്കെ, മാത്രമല്ല ഇവയ്ക്ക് ബഹുവചനം കാണില്ല, പ്ലൂറൽ ഫോം ഇല്ല കേട്ടോ. അൺകൗണ്ടബിൾ നൗണിന് എന്തില്ല? പ്ലൂറൽ ഫോം ഇല്ല. ഇവയ്ക്ക് എന്തില്ല? പ്ലൂറൽ ഫോം ഇല്ല. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ച്, എല്ലാ അബ്സ്ട്രാക്റ്റ് നൗൺ നമ്മൾ ആൾറെഡി പഠിച്ചു. അബ്സ്ട്രാക്റ്റ് നൗണും അതുപോലെ തന്നെ മെറ്റീരിയൽ നൗണും. അബ്സ്ട്രാക്റ്റ് നൗണും മെറ്റീരിയൽ നൗണും എന്താണ്? അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണാണ് കേട്ടോ. അബ്സ്ട്രാക്റ്റ് നൗണും മെറ്റീരിയൽ നൗണും ഒക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗണാണ്. അതുപോലെ തന്നെ പഠന വിഷയങ്ങൾ, കായിക ഇനങ്ങളുടെ പേര്, ഇതെല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗണാണ്. ഇനി എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ദ ബ്യൂട്ടി ഓഫ് അവർ പ്രിൻസസ് ഈസ് quite different. Okay, the beauty of our princess is quite different. ഇവിടെ ഉണ്ട്. ഓക്കെ, ദ ബ്യൂട്ടി ഓഫ് അവർ പ്രിൻസസ് ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഇവിടെ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ദ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് വെരി poor. The supply of electricity is very poor. ഇവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണത്? അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ അൺകൗണ്ടബിൾ നൗണിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺ പഠിച്ചു. എന്താണ് നൗൺ എന്ന് പഠിച്ചു. എന്താണ് നൗൺ? ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ഗുണത്തിൻ്റെയോ ഒക്കെ പേരായ ശബ്ദമാണ് നൗൺ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺ നോക്കി. കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ. കോൺക്രീറ്റ് നൗണിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പ്രോപ്പർ, കോമൺ, കളക്റ്റീവ്, മെറ്റീരിയൽ. നെക്സ്റ്റ് പ്രോപ്പർ നൗൺ, സാമാന്യനാമം എന്താണെന്ന് നോക്കി. കോമൺ നൗൺ പഠിച്ചു. കളക്റ്റീവ് നൗൺ നോക്കി. മെറ്റീരിയൽ നോക്കി. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ? ഇതിൻ്റെ PDF നോട്ട് ടീച്ചർ നമ്മുടെ ടെലിഗ്രാം ചാനൽ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ PDF നോട്ട്സ് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. ഈ ക്ലാസ്സിൻ്റെ തന്നെ PDF നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ പലരും കാണുന്നത്. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care. Bye.